എം.വി. ഗോവിന്ദന്റെ പുച്ഛത്തോടുള്ള ചിരി എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. നമ്മുടെ വി.എസിന്റെ മുൻ പി.എ ആയിരുന്നുള്ള എ. സുരേഷ് കുമാർ പറഞ്ഞൊരു പ്രസ്താവനയാണ്. അദ്ദേഹത്തിനെ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്വയം ഒരു തീരുമാനമെടുത്തത്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവിടെ എം.വി. ഗോവിന്ദന്റെ ചിരി പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പാർട്ടി മാറി വന്നു, അതായത് പീഡിപ്പിച്ച് അവസാനം നിൽക്കക്കളി ഇല്ലാതെ മറ്റൊരു പാർട്ടിയിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനെ സംബന്ധിച്ച് അത്രത്തോളം വേദന നൽകുന്ന ഒന്നാണ്. അങ്ങനെ വന്ന കുറച്ച് ആളുകളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ജി സുധാകരൻ, ഐഷ പോറ്റി ഇത്തരത്തിലുള്ള നേതാക്കന്മാരുണ്ട്. യഥാർത്ഥത്തിൽ ഈ സുരേഷ് കുമാറിനെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ ഒരു വിജയം തന്നെയല്ലേ രാഹുൽ? തീർച്ചയായിട്ടും, അതായത് അതൊരു വിജയം തന്നെയാണ്. കാര്യം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഏറ്റവും വലിയ ഒരു പരാജയം, അവരുടെ സംഘടനാ തലത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു പരാജയം എന്ന് പറയുന്നത്, അവരുടെ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് മുതൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹായിയായി പാർട്ടി തന്നെ നിയോഗിച്ച ആളാണ് സുരേഷ്. അദ്ദേഹത്തിന് അങ്ങനെ ഈ സുരേഷിനെ അങ്ങനെ ആർക്കും ഇഷ്ടത്തിനൊന്നും നിയമിക്കാൻ കഴിയില്ല. ഈ പാർട്ടിയുടെ ചട്ടക്കൂടൊക്കെ അറിയാമല്ലോ. ഇവർ സ്ക്രീനിങ് നടത്തി തന്നെയാണ് പാലക്കാടുകാരനായ മലമ്പുഴക്കാരനായ സുരേഷിനെ വി.എസ്. മലമ്പുഴ മത്സരിച്ച് ജയിക്കുമ്പോൾ കൂടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ രാഹുൽ പറഞ്ഞതുപോലെ ഈ പാർട്ടിക്കകത്ത് ഇത്തരം നിരന്തരം പീഡനം, ഇന്നലെ സുരേഷിൻ്റെ വാക്കുകളാണ് താങ്കൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, എന്നെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുന്നതിൽ എന്താണ് ഈ പാർട്ടിക്ക് ഇത്ര കണ്ട് ഒരു അവമതിപ്പ് എൻ്റെ പേരിലുള്ളത്? 13 വർഷമാണ് ഞാൻ പാർട്ടിക്ക് പുറത്തു നിന്നത്. എന്താണ് കാരണമെന്ന് ഞാൻ ചോദിച്ച് വിളിക്കുമ്പോഴാണ് എം.വി. ഗോവിന്ദന്റെ മറുപടി വരുന്നത്, 7 അല്ല 70 തവണ ചോദിച്ചാലും സുരേഷിനെ പാർട്ടിയിൽ എടുക്കില്ലെന്ന്. ഞാനൊരു മനുഷ്യനാണ്, എനിക്കും മനസ്സുണ്ട്. എന്നെ ഇത്രയധികം പാർട്ടി കോർണർ ചെയ്യുമ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യണം? അതൊരു സ്വാഭാവികമായ ഒരു മനുഷ്യന് തോന്നിപ്പോകുന്നതല്ല. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ കണ്ട് മാനസികമായി ഈ പാർട്ടി സുരേഷിനെ പീഡിപ്പിക്കുകയായിരുന്നു. അങ്ങനെ പീഡിപ്പിച്ച് ഈ പാർട്ടി വിട്ടു പോയതിൽ അവസാന വാക്ക് എന്ന് നമുക്ക് ഇനിയും പറയാൻ പലരും ഇനി വരേണ്ടി വരും. അവസാന വാക്ക് ഇതുവരെ എത്തിയിട്ടില്ല. അതെ, അവസാന വാക്ക് ഇപ്പോൾ നമുക്കറിയാം, കോൺഗ്രസിന്റെ അവസാനത്തെ ലിസ്റ്റ് വരുന്നിടം വരെ അതിനകത്തൊരു വിസ്മയം ഉണ്ടാകുമെന്നൊരു യാഥാർത്ഥ്യമാണ്. ഇനി അടുത്തത് ആരാണ് വരാൻ പോകുന്നത്? ഇപ്പോൾ നമുക്കറിയാം, വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കണ്ണൂർ വലിയ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ വീണ്ടും അത്ഭുതങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ വിസ്മയങ്ങൾ സംഭവിക്കാം എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ സുരേഷ് കുമാറിനെ പോലുള്ള നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ എ. സുരേഷ് കുമാറിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നിർത്തിയിട്ടുള്ള മലമ്പുഴയിലാണ്. നമുക്കറിയാം, വി.എസ്. നേരത്തെ മത്സരിച്ചുകൊണ്ടാണ്. പക്ഷേ വി.എസിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, വി.എസ്. പാർട്ടിയിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങിയതിനു ശേഷം പിന്നീട് വി.എസിൻ്റെ കൂടെയുള്ള ആളുകളെ ആരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുപ്പിക്കാത്തൊരു സാഹചര്യം. അവരെല്ലാം ഇപ്പോൾ വി.എസിൻ്റെ കൂടെ നിന്നവരെല്ലാം CPM-നെതിരായി സംസാരിക്കുന്ന രീതിയിലേക്ക് പോയി. പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അവസാനം വി.എസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, വി.എസിൻ്റെ നിഴലായി നടന്നുള്ള സുരേഷ് കുമാർ പോലും പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിലേക്ക് വരേണ്ട ഒരു അവസ്ഥ. ഇത് എന്താണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത്? ഇത് വി.എസിനെ ഇല്ലാതാക്കിയതുപോലെ വി.എസിൻ്റെ കൂടെ നിന്നിരുന്ന ആ ഒരു സംഘത്തെ മുഴുവൻ ഇല്ലാതാക്കിയതാണോ? അല്ല രാഹുൽ, ഇതിനകത്ത് വി.എസിനൊപ്പം നിന്നു. വി.എസ്. എന്നൊരു പേര് പാർട്ടിയെ തിരുത്തിയ ഒരു നേതാവ്, ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ തിരുത്തിയ നേതാവ്, അതിനൊരു പേരാണ് വി.എസ്. അദ്ദേഹം എന്നു മുതൽ ഈ പാർട്ടിയിൽ അംഗമായോ അന്നു മുതൽ അദ്ദേഹം തിരുത്തൽ രാഷ്ട്രീയത്തിൻ്റെ ആളായിരുന്നു. അതുകൊണ്ട് വി.എസ്. എന്ന് പറയുന്ന ഒരു പക്ഷം മാധ്യമ സൃഷ്ടിയാണ്. പക്ഷേ വി.എസിനോടൊപ്പം നിന്നവരെ ഒതുക്കുന്നു എന്ന് താങ്കൾ ചോദിച്ചത് ശരിയാണ്. വി.എസിനോടൊപ്പം നിന്ന ആ ജില്ലാ ഘടകങ്ങളിൽ ആരെയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ ജില്ലകളും നമ്മൾ നോക്കുമ്പോൾ എല്ലാ ജില്ലകളിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരെ എല്ലാം കൂടെ ചേർക്കാൻ മറുപക്ഷം, ഔദ്യോഗിക പക്ഷം, ഞാൻ ഇനിയിപ്പോൾ ആ പേരൊന്നും നമ്മൾ പറയില്ല, പറഞ്ഞാൽ ക്ലീഷയായി പോകും. അതുകൊണ്ടാണ് ആ പേരൊന്നും ഇനി നമ്മൾ പറയുന്നില്ല. ഇനി ഒരു വേദിയിൽ ഇരുന്ന് ആ പേര് പറയുന്നത് വളരെ ക്ലീഷയാണ്. അതുകൊണ്ട് ചില തൽപര കക്ഷികൾക്ക് അവരുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കാൻ ഇവരിൽ പലരെയും കൂടെ നിർത്തുന്ന തന്ത്രം, അതായത് പാർട്ടി പിടിക്കാനായി അദ്ദേഹത്തോടൊപ്പം നിന്നവരെ പല അടവ് നയങ്ങൾ. ബഹുമാനപ്പെട്ട ഷാജിയേട്ടനെ നമ്മുടെ ചർച്ചകളിൽ വരുന്ന ഷാജി പാണ്ഡ്യാല പറയുന്ന പോലെ പറയാൻ ഈ വേദിയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതായത് പ്രലോഭനങ്ങളിൽ വീഴ്ത്തുക, പലതരം ഉണ്ടല്ലോ പ്രലോഭനം. ഒരാളിനെ പ്രലോഭനങ്ങൾ വീഴ്ത്താൻ എന്തെല്ലാം ഉണ്ട്. അത്തരത്തിൽ പണം തുടങ്ങി, സ്ഥാനം തുടങ്ങി, അങ്ങനെ എല്ലാവരെയും കൂടെ നിർത്തി എന്തായി രാഹുലെ? ഈ പാർട്ടി എന്തായി? ഇപ്പോൾ ഈ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെ പ്രലോഭനങ്ങളിൽ വീണ് ഈ പാർട്ടിക്കൊരു അച്ചടക്കം ഉണ്ടായിരുന്നു. അച്ചടക്കമുള്ളതായ പാർട്ടിയായിരുന്നു. കമ്മിറ്റികൾക്ക് പുറത്ത് 4 ചുവരുകൾക്കപ്പുറത്ത് പാർട്ടി മിനിറ്റ്സുകൾ ഒന്നും തന്നെ പുറത്തു പോകില്ലായിരുന്നു. ഇപ്പൊ കമ്മിറ്റികൾക്ക് പുറത്ത് പാർട്ടി മിനിറ്റ്സ് എന്നല്ല, സഖാക്കൾ തമ്മിൽ കുത്തി വീഴുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഈ സുരേഷ് തെറ്റെന്താ? സുരേഷ് ചോദിക്കുന്നത്, ഞാൻ വെറും ഒരു ബ്രാഞ്ച് അംഗമായിരുന്നു,
ബ്രാഞ്ച് അംഗമായ ഞാൻ എങ്ങനെയാണ് ഈ പറയുന്ന പാർട്ടിയുടെ ഡൽഹിയിൽ നടക്കുന്ന സിയുടെ കാര്യങ്ങൾ പത്രക്കാർക്ക് വിളിച്ചു കൊടുക്കുന്നത്? ഞാൻ എങ്ങനെയാണ് പോളിറ്റ് ബ്യൂറോയിലെ കാര്യങ്ങൾ പറയുന്നത്? ഇവർ എൻ്റെ മേൽ ആരോപിക്കുന്നത് പാർട്ടിയുടെ കമ്മിറ്റി രഹസ്യങ്ങൾ, അതായത് അതീവ സീക്രട്ടായിട്ട്. അത് ഞാൻ എങ്ങനെയാ ചെയ്യുന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നത്? രാഹുൽ, അതൊരു ചോദ്യമല്ല. തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ ചേട്ടനെ എന്തിനാണ് പാർട്ടി പുറത്താക്കിയത്, അല്ലെങ്കിൽ പാർട്ടി 50 കൊല്ലം പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ്. 50 കൊല്ലം നിസ്സാരമല്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമാണ്. എന്നിട്ടും എത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ആരോപണ വിധേയനായിട്ടുള്ള ആളെ വീണ്ടും മത്സരിപ്പിക്കുന്നു. പിന്നല്ലാതെ പാർട്ടിയെ സംബന്ധിച്ചൊന്ന് ആലോചിച്ചു. അത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾ ഇത് ചെയ്യുള്ളൂ എന്നുള്ള അഹങ്കാരമാണെന്നേ. അതെ, ഗോവിന്ദമാഷ് അവിടെ വന്നിട്ട് നമുക്കറിയാം, രക്തസാക്ഷിയുടെ ഭാര്യയെ വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങളോടൊപ്പമാണ് രക്തസാക്ഷിയുടെ ഭാര്യ, ഇനി ആർക്കാണ് ഇവിടെ എന്താണ് പറയാനുള്ളത്? അതെ, അതിനുശേഷമാണ് കുഞ്ഞികൃഷ്ണൻ ഒരു ബുക്ക് പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പയ്യന്നൂർ ടൗണിൽ തന്നെ നടത്തുന്നത്. അവിടേക്ക് വന്നിട്ടുള്ള ആ ജനങ്ങളെല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരാരും കോൺഗ്രസ്സുകാരൊന്നുമല്ല, അവരെല്ലാം കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആളുകളാണ്. അവർ പറയുന്നത് എന്താണ്? കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പറഞ്ഞുള്ള തെറ്റെന്താണ്? ആ തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരിക. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ബോംബല്ല, പടക്കം പൊട്ടിക്കുക അദ്ദേഹത്തിന്റെ വീടിന്റെ ഫ്രണ്ടിൽ. എന്നിട്ട് പറയുക, ഇന്ന് പടക്കം ഞങ്ങൾ പൊട്ടിച്ച് നാളെ ബോംബായിരിക്കും പൊട്ടിക്കുന്നത്, വായടച്ച് മിണ്ടാതിരുന്നോണം. അതിന്റെ അടുത്തുള്ള ആളുകളൊക്കെ വാ തുറന്ന് മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭയന്നിട്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭയന്നിട്ടാണ്. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ മാത്രമല്ല, ടി കെ ഗോവിന്ദൻ എന്തിനാണ് പാർട്ടി വിട്ടു പോയത്? അദ്ദേഹം ഉന്നയിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഇപ്പോ അവസാനമായിട്ട് തെറ്റിയത് ഗോവിന്ദമാഷിന്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ആ അധികാരങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് നിന്നാൽ മതിയായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് രാഹുൽ, ഒരു കാര്യം കൂടെ, അദ്ദേഹം അധികാരമോഹിയാണ്, മത്സരിക്കാരെന്നാണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന വേർഷൻ. ശ്രദ്ധിച്ചോ? അതെ, നാണമില്ല ഇതൊക്കെ ഇങ്ങനെ പറയാനായിട്ട്. അല്ല, അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം അവിടെ നിന്ന് കഴിഞ്ഞാൽ വിജയ സാധ്യത വളരെ കുറവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തട്ടകമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ണാണ്. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആളുകളുണ്ടല്ലോ, പാർട്ടിയെ വിമർശിക്കുന്ന ആളുകൾ. അപ്പോ അവര് പറയുന്ന കുലംകുത്തികൾ, കുലംകുത്തികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവര് തന്നെയാണ് അവിടെ വന്നിട്ടുള്ളത്. ഇവരെല്ലാം ഉന്നയിച്ച കാര്യങ്ങൾ. രാഹുൽ, എന്റെ ഒരു സംശയം, ഏത് രീതിയിലാണ് കുലംകുത്തിയാകുന്നത്? അത് നന്നാക്കാനല്ലേ? പാർട്ടിയെ വിമർശിച്ചാൽ കുലംകുത്തിയാണ്. അപ്പൊ പാർട്ടിക്ക് എന്ത് തെറ്റും കാണിക്കാമെന്നാണോ? അതെ, ഇന്ന് പാർട്ടിക്ക് എന്ത് വേണമെങ്കിലും കാണിക്കാം. അതുകൊണ്ടല്ലേ പാർട്ടിയുടെ കോക്കസുകൾ ഭരിക്കുന്നത് ആരാണ്? പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ മുകൾ തട്ടിൽ നേതാക്കന്മാരുണ്ട്. അതിനപ്പുറത്തേക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ചില കോക്കസുകളാണ് അവിടെ ഭരിക്കുന്നത്. അത് പാർട്ടിയുടെ അറിവോടുകൂടിയാണ് ഭരിക്കുന്നത്. അത് ലഹരി മാഫിയ ആയിരിക്കാം, മദ്യമാഫിയ ആയിരിക്കാം, മണൽ മാഫിയ ആയിരിക്കാം. കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന മാഫിയ സംഘങ്ങൾ ഓരോ കേന്ദ്രങ്ങളിലേക്കും കടന്നു കയറിയിരിക്കുന്നത് അവരുടെ നിയന്ത്രണങ്ങളിലാണ്. പാർട്ടി നേതാക്കന്മാർ ഇവരോട് പറയും, ഞങ്ങൾക്ക് 5 ലക്ഷം വേണം, 10 ലക്ഷം വേണം. അപ്പൊ തന്നെ പൈസ കൊടുക്കും. അതെ, ഇപ്പൊ പാലക്കാട് സ്ഥാനാർത്ഥി എങ്ങനെയാ? ഫണ്ടാണത്, ഫണ്ട് കൊടുക്കുവാണ്. അപ്പോ നമുക്കറിയാം, ജി സുധാകരൻ ആണെങ്കിൽ പോലും അദ്ദേഹം അധികാരത്തിന് വേണ്ടിയിട്ടല്ല എന്ന് അദ്ദേഹം 100 വട്ടം പറയുന്നുണ്ട്. ഒരു പരിഗണന കിട്ടിയാൽ മതി, ഈ പാർട്ടിയുടെ ഒരു പരിഗണന. ഞാൻ ഈ പാർട്ടിക്കാരനാണെന്ന് പാർട്ടി പറഞ്ഞാൽ മതി. ഇപ്പോ നമുക്കറിയാവുന്ന പോലെ കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി ഒതുക്കുകയായിരുന്നു. തൊട്ടപ്പുറത്തൊരു പരിപാടി നടന്നാൽ പോലും ഒന്ന് വിളിക്കാത്ത സാഹചര്യത്തിൽ പാർട്ടി പ്രവർത്തനത്തിൽ ഇറങ്ങുന്നതിൽ പാർട്ടി എന്തെങ്കിലും അധികാര സ്ഥാനങ്ങൾ കൊടുക്കണ്ടേ? വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചേച്ചി ഇത്തരത്തിലൊരു പരിപാടി ഉണ്ട്, നമുക്ക് പോകണമെന്ന് അതവർ ചെയ്യില്ല. രാഹുലെ, അതവർ ചെയ്യില്ല. അതിനുള്ളൊരു മനസ്സ് ഈ പാർട്ടിക്കകത്തുള്ളവർക്ക് ഇല്ല. അത്തരത്തിലുള്ളവരെ അവർ സെലക്ട് ചെയ്യും. അത്തരത്തിലുള്ളവരെ അവർക്കറിയാം. അതായത് ഇവരുടെ തന്ത്രം എന്തെന്നറിയോ? ഈ പാർട്ടി എന്ന് പറയുന്ന ഇവരുടെ ഈ പറയുന്ന സംഘടനയെക്കാളും ഇവർക്ക് ജനപ്രീതി ഉണ്ടെങ്കിൽ അവരെ നോട്ട് ദ പോയിന്റ് എന്ന് പറയുന്ന പോലെ. കാര്യം ഇവര് പാർട്ടിയെ കൊണ്ടല്ല വലുതായത്. പാർട്ടി ഇവർക്ക് അങ്ങനെ സ്ഥാനമാനം കൊടുത്താൽ തന്നെയും ജനം അവരെ ശ്രദ്ധിക്കുന്നത് ഇവർക്ക് സഹിക്കില്ല. ഇപ്പൊ VS മുതൽ നമുക്ക് ഇനി പറയാനാണെങ്കിൽ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ അസംതൃപ്തരുടെ എണ്ണം ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ പലരും പുകച്ചു ഇത് പിന്നെ വിമിഷ്ടം കൊണ്ട് ചാടി വരികയാണ്. ഇതിൽ രാഹുൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന അല്ല, ഇനിയാണെങ്കിൽ കോർണറിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂത്ത് എത്തുകയാണ്. ഇനി എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ നേരത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം കണ്ടു കഴിഞ്ഞാൽ കുത്തിപ്പോകും. പക്ഷെ ഇന്ന് ബുദ്ധിമുട്ടുകൊണ്ട്, അല്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞതുപോലെ വിമിഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പാർട്ടിക്കാരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ? പാർട്ടി അംഗത്തെക്കാൾ അനുഭാവികളാണ് ഈ പാർട്ടിയുടെ വിജയം. അത് കോൺഗ്രസിലായാലും അനുഭാവികളുടെ വോട്ടാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും ജയിപ്പിക്കുന്നത്. അപ്പൊ CPM-നെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് പാർട്ടിക്കാരായിട്ടുള്ള ആളുകൾ, അടിമുടി പാർട്ടി ആയിട്ടുള്ള ആളുകൾ, അവർ അടുത്തേക്ക് ചെല്ലുമ്പോൾ വോട്ടിംഗ് ബൂത്ത് കാണുമ്പോൾ അവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുന്ന മുമ്പ് അവര്
കൈ ചിലപ്പോൾ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറിപ്പോകാം. തീർച്ചയായിട്ടും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിമ്മിഷ്ടമാണ്. തീർച്ചയായിട്ടും. ചാടിപ്പോകാൻ നിൽക്കുന്ന ചിലർ ചാടിപ്പോവും. ചാടിപ്പോകാൻ കഴിയാത്തവർ വോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിക്കുത്തുമെന്നൊരു യാഥാർത്ഥ്യമാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലായിടങ്ങളിലും കാണാൻ കഴിയും. ഇവിടെ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ CPM പറയല്ലോ BJP ബാന്ധവമാണ്, കോൺഗ്രസും BJPയും തമ്മിലുള്ള ബാന്ധവമാണ്, ഞങ്ങൾക്കിതിൽ ഇടമില്ല. ഇനി പറയാൻ പോകുന്നത് CPM BJP ബാന്ധവമായിരിക്കും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ത് പറയും? ഇവരുടെ കുഴപ്പം കൊണ്ടാണ് ഈ പാർട്ടിയിൽ നിന്ന് ഏറ്റവും നല്ല കോമ്രേഡ് എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല അവരുടെ ഭാഷയിലെ സഖാക്കൾ പുറത്തേക്ക് വരുമ്പോൾ ഇവർ സ്വയം വിമർശനം നടത്തും. CPM എന്ന് പറയുന്ന പാർട്ടി സ്വയം വിമർശനത്തിന്റെ പാർട്ടി എന്നാണ് പറയുന്നത്. ഇവർ സ്വയം വിമർശനം നടത്തും. ഈ സുരേഷ്, നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് തന്നെ പോവാം. ഈ സുരേഷ് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന് എന്ത് തെറ്റുന്നവരെ ചെയ്തത്? ഇപ്പൊ രാഹുൽ ഒരു മാധ്യമപ്രവർത്തകനാണ്. രാഹുലിനെ ഒരു പൊതുവേദിയിൽ രാഹുൽ കാണും, സുരേഷ് ഏട്ടാ എന്ന് രാഹുൽ വിളിക്കുന്നു. എന്താ രാഹുലെ വിശേഷം? ചെല്ലുന്നു, നിങ്ങൾ തമ്മിൽ കുശലം പറയുന്നു. അത് അയാൾ പഠിച്ചത്, അയാൾ വളർന്നത് പാലക്കാടിന്റെ നന്മയാണ്. ഇതിനെയാണ് ഈ വരട്ടു തത്വവാദികൾ അളന്നു വെച്ചിരിക്കുന്നത്. ഈ പറയുന്ന വരട്ടു തത്വവാദികൾ പറയുന്നത് വാർത്ത ചോർത്തി കൊടുക്കുകയാണ്. ആ ചെറുപ്പക്കാരന് ആ ഒരു തെറ്റ് ചെയ്തുള്ളൂ. രാഹുലെ എന്തുണ്ട് വിശേഷം, അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും കാണുകയാണ്, എന്തുണ്ട് വിശേഷം, ഇതൊന്നും അവർക്ക് സഹിക്കില്ല. ഇത് ഒന്നോ രണ്ടോ പേരായിരുന്നെങ്കിൽ നമുക്ക് ഒറ്റപ്പെട്ട നമ്മൾ കോട്ടയത്തെ സുരേഷ് കുറുപ്പിനെ കൂടെ ഇതിൽ പറയണം. തെറ്റെന്നറിയോ? DHന്റെ ഷർട്ട് ഇടുമായിരുന്നു അദ്ദേഹം ചെയ്ത ഒരേ ഒരു തെറ്റ്, DHന്റെ ഷർട്ടുകൾ അദ്ദേഹം ഉപയോഗിക്കായിരുന്നു. ഇയാളാണ് DHന്റെ ഷർട്ട് ഉപയോഗിക്കാൻ, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പേരിലെ തെറ്റ്. നമുക്കറിയില്ല. ഇത് എന്റെ കൂടെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഇതിനകത്ത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒറ്റ കാര്യമാണ്. ഈ ഒറ്റ കാര്യം എന്ന് പറയുന്നത് റിപ്പീറ്റ്, ഇതിൽ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്. പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഐഷ പോറ്റി എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയായിരുന്നെങ്കിൽ, G സുധാകരൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ S രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഒന്നോ രണ്ടോ പേർക്ക് അധികാരത്തിന് വേണ്ടി, TK ഗോവിന്ദൻ അധികാരത്തിന് വേണ്ടി മാത്രമായിരുന്നെങ്കിൽ, പാർട്ടിക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടി പുറത്തേക്ക് പോയവർ, കോൺഗ്രസിലേക്ക് പോയവർ, അധികാര സ്ഥാനങ്ങൾ തേടിപ്പോയവർ എന്ന് പറയായിരുന്നു. ഇതൊന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 10 ഇനിയും വരാൻ കിടക്കുകയാണ്. നിരവധി പേര് ഇപ്പൊ BJPയിലേക്ക് പോയ CC മുകുന്ദൻ ആണെങ്കിലും അജിത്ത് ആണെങ്കിലും അങ്ങനെ പേരുകൾ എണ്ണി പറയാൻ കഴിയാത്ത രീതിയിൽ. ഇതിനകത്തൊരു കാര്യം നോക്കും, ഈ പോയ നേതാക്കൾക്ക് അവർക്ക് ഇവരുടെ മുന്നിൽ നിലനിൽപ്പിന്റെ ആവശ്യം കൊണ്ടാണ് ഇവർ ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് പോലും നോക്കും. ഒരു വേള ഈ പറയുന്ന പലരും, നാട്ടികയിൽ നമ്മൾ കണ്ട മുകുന്ദൻ, ഇവരൊക്കെ ഈ പറയുന്ന വർഗീയത എതിർത്തുന്നവരാണ്. ഇവർക്കൊപ്പം ഇടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പം G സുധാകരൻ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിന്, എടാ ഞാൻ നിൽക്കുമെടാ നിന്നോടൊപ്പം, കാര്യം അത്ര അദ്ദേഹം വളർന്നുപോയി. ഇവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഈ പറയുന്ന അണികൾ ഇവരുടെ കാൽച്ചുവട്ടിലെ മണ്ണാണ് ചോർന്നു പോകുന്നത്. ഈ അണികൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പാർട്ടി ബംഗാളിൽ സംഭവിച്ചതുപോലെ, ത്രിപുരയിൽ സംഭവിച്ചതുപോലെ, അല്ലെ ഇത് സാധാരണ പാർട്ടിക്കാരാണെങ്കിൽ നമുക്ക് പറയാം, ശരി, ഓക്കെ, സാധാരണ പാർട്ടിക്കാരാണ്, അല്ലെങ്കിൽ പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്, അവരിപ്പോ ഇത്രയും നാളും സീറ്റ് കൊടുക്കാത്തവരാണ് പാർട്ടിയിൽ നിന്ന് അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നുമല്ല നിയമസഭാ സാമാജികർ, പാർട്ടിയുടെ എത്തിക്കഴിയുമ്പോ ഞാൻ ചോദിക്കട്ടെ, അവരെ വളർത്തിയത് ഈ പാർട്ടി ആയിരിക്കും. ഒരു കാരണവുമില്ലാതെ ബ്ലെയിം ചെയ്യുമ്പോൾ പിന്നെ അവരെന്താ ചെയ്യുക? അവരുടെ നിലനിൽപ്പ് അവർ നോക്കണ്ടേ? ഇവര് വെല്ലുവിളിക്കാതിരിക്കാൻ പറ്റുമോ? വെല്ലുവിളിച്ച് പോകും അവര്. അപ്പൊ അതിൽ അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. നമ്മൾ ഇപ്പോ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ ഒരു സുരേഷോ അല്ലെങ്കിൽ ഒന്നല്ല, രണ്ടല്ല, 10 സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. CPM-ന് എതിരായിട്ട് CPM-ൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ഒരു കാലത്തും ഇല്ലാത്ത പാർട്ടിക്കകത്തു നിന്നും സ്ഥാനാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ടിയെ എന്താണെങ്കിലും വലിയ രീതിയിൽ ബാധിക്കും.